ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമം ഈ മഹത്തായ സ്തോത്രത്തെപ്പറ്റി കേട്ടിരിക്കാത്തവർ വിരളമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം നിത്യേന ജപിക്കേണ്ട ഒരു അതിമഹത്തായ ഒരു സ്തോത്രമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന ഈ സ്തോത്രം ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് അല്പം ചിന്ത ചെയ്യാം. മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് അനവധി രത്നങ്ങൾ ലഭിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും മഹത്തായിട്ടുള്ളതാണ് ഈ വിഷ്ണു സഹസ്രനാമം. അതുപോലെ ഭഗവത്ഗീത, സനൽസുജാതീയം, വ്യാദഗീത, അങ്ങനെ വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം മുതലായവ. അത് ഈ ഉപനിഷത്തിലെ തത്വങ്ങളെല്ലാം അതിൽ അന്തർലീനമാണ്. ഈ മഹാവിഷ്ണുവിൻ്റെ തന്നെ സഹസ്രനാമമാണെങ്കിൽ തന്നെ അതിനകത്ത് ഉപനിഷത്ത് തത്വങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. സർവധർമ്മങ്ങളെപ്പറ്റിയും അത് അതിൽ ഘടിപ്പിച്ചിട്ടുമുണ്ട്. ഈ ചതുർഗകാരം എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ഗീത, ഗോവിന്ദൻ, ഗായത്രി, ഗംഗ. അതിലെ ഗോവിന്ദ എന്ന ശബ്ദത്തിന് തന്നെ ഗോക്കളെ പരിപാലിക്കുന്നത്. അതായത് ഗോ എന്ന ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നും പശു എന്നും മാത്രമല്ല ഇന്ദ്രിയങ്ങൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളെയൊക്കെ നാഥനായിട്ടുള്ള ഗോവിന്ദനെ ഭജിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഈ വിഷ്ണുവിൻ്റെ ഈ സഹസ്രനാമം ജപിച്ചാൽ അതിലൊരു നാമമെങ്കിലും ജപിച്ചാൽ അത്രയും മഹത്തരമാണ്. ഭഗവാൻ ഭാഷ്യകാരനായിട്ടുള്ള ശ്രീ ശങ്കര ഭഗവത്പാദരും മഹാവിഷ്ണു സഹസ്രനാമത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. അത് പ്രസിദ്ധമാണ്. അതായത് ഗീതയും നാമസഹസ്രവും, അതായത് ഈ വിഷ്ണു സഹസ്രനാമവും ഗാനം ചെയ്യപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് ആചാര്യ ഭഗവത്പാദരുടെ അഭിപ്രായത്തിൽ. മറ്റനേകം സഹസ്രനാമങ്ങളുണ്ട്, അനേകം മൂർത്തികളുടെ. ശിവസഹസ്രനാമമുണ്ട്, ലളിത സഹസ്രനാമമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ളതാണ്. ഇവയെല്ലാം പരിപാവനങ്ങളായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ സാധാരണഗതിക്ക് കേവലമായിട്ട് സഹസ്രനാമം എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ അത് സാധാരണ വിഷ്ണു സഹസ്രനാമമാണ് എന്ന് ആണ് സാധാരണയായിട്ട് ഗ്രഹിക്കപ്പെടുന്നത്. ഈ വിഷ്ണു സഹസ്രനാമം സാധാരണ ഹിന്ദുക്കളുടെ ഇടയിൽ അന്ത്യകാലത്തെങ്കിലും ഒരു ആവർത്തിയെങ്കിലും വായിച്ച് കേൾപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പതിവ് ഉള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു ജപം കൊണ്ട് തന്നെ ആ ജീവാത്മാവിൻ്റെ സർവ്വപാപങ്ങളും നീങ്ങി വിഷ്ണു സായുജ്യം ലഭിക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ സഹസ്രനാമത്തിൻ്റെ ആ പ്രഭാവങ്ങൾ അത്ര കണ്ട് മഹത്തരമാണ് എന്ന് പറയുക. ഇത് നിത്യേന ചെല്ലുന്നത് വളരെ ഉത്തമമാണെന്ന് മാത്രമല്ല, ഒരു കൽപ്പവൃക്ഷത്തെ പോലെയാണ്. സർവ്വ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഒരു മഹത്തായ
സ്തോത്രമാണ് ഈ വിഷ്ണു സഹസ്രനാമ പാരായണം നിത്യേന പാരായണം ചെയ്യുന്നതുകൊണ്ട്. ഇതിലെ ഫലശ്രുതി തന്നെ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പാപശാന്തിക്കും പരമഗതിക്കും ആയിട്ട് പതിവായിട്ട് ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫലശ്രുതി പറയുന്നത് പ്രകാരം രോഗാർത്ഥവും മുച്ചിതേ രോഗാത് ബന്ധോ മുച്ഛേദ ബന്ധനാത് ഭയാൻ മുച്ഛേദ ഭീതസ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഫലശ്രുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് ഇത് മറ്റേ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹനാണല്ലോ ധർമ്മപുത്രക്ക് ഉപദേശിക്കുന്നത്. അതും ഭഗവാൻ കൃഷ്ണനെ സാക്ഷി നിർത്തി തന്നെ ആണ് ഇത് ഉപദേശിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഇത് ഗൗരവതരമേറിയതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സഹസ്രനാമം ജപിക്കുമ്പോൾ പ്രസ്തുത നാമങ്ങളുടെ മനനവും കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. മനനത്തിന്, അതായത് അർത്ഥഗ്രഹണം സാധിക്കാതെ, അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാതെ മനനം ചെയ്യുക സാധ്യമല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ സഹസ്രനാമം ജപിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലിയില്ല എന്ന് കരുതി യാതൊരു ദോഷവുമില്ല. കാരണം ഇപ്പോൾ നമുക്ക് അഗ്നി വേദാന്തങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഗ്നി ചൂടുള്ളതാണ്. അഗ്നിയെ സ്പർശിച്ചാൽ നമുക്ക് പൊള്ളലേക്കുന്നതാണ്. എന്നിരുന്നാൽ കൂടി നമ്മളിപ്പോൾ ആ അഗ്നിയുടെ പ്രഭാവം കൊണ്ടാണ് അത് അഗ്നിയെ നമ്മൾ അറിയാതെയാണ് അഗ്നിയെ സ്പർശിച്ചതെങ്കിൽ കൂടിയും പൊള്ളലേക്കും. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അഗ്നിയെ സ്പർശിച്ച് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതൊരു ഉദാഹരണത്തിന് പറയുകയാണ്. അപ്പോൾ അത്രയ്ക്കും മഹത്തരമാണ് ഒരു ഭഗവാന്റെ ഒരു നാമം. ആ ഭഗവാന്റെ എത്രയോ അനുഗ്രഹം കൊണ്ടാണ്, ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്കൊരു നാമം ഉച്ചരിക്കാൻ സാധിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ അറിയാതെങ്കിലും ഒരു നാമം ഉച്ചരിക്കാനിടയായാൽ അതിൻ്റെ ഫലം അത്ര കണ്ട് അത് ജപിക്കാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന്. ഇത് ശ്രദ്ധയും ഭക്തിയോടും കൂടി ഏകാഗ്രതയോടുകൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇത് ജപിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സാമാന്യനെയുള്ള ഗുണങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇത് വിഷ്ണു സഹസ്രനാമം അർത്ഥസഹിതം ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതാണ് ഇതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ, മഹാവിഷ്ണു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ വിഷ്ണു അവിടുന്ന് വിശ്വേശ്വരനാണ്, ലോകത്തെ ഭരിക്കുന്നവനാണ്, അത്യുന്നതനായവനാണ്. മഹാഭാരതത്തിലെ 149 അധ്യായത്തിലാണ് അധ്യായമായിട്ടുള്ള അനുശാസന പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രധാന ഉറവിടം. മറ്റ് സോഴ്സുകളുമുണ്ട്. ഗരുഡപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, എന്നാലും ഈ മഹാഭാരതത്തിൽ നിന്ന് മഹാഭാരത അന്തർഗതമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമമാണ് പ്രചാരം നേടിയിട്ടുള്ളത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഏകദേശം ഈ ഓരോ നാമത്തിനും ഏതാണ്ട് 100ഓളം അർത്ഥങ്ങളുണ്ടെന്നാണ് പ്രസിദ്ധനായിട്ടുള്ള മാധവാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവ ഓരോന്നും വളരെ അത്യന്തം ഗഹനവും ശക്തിമത്തായതുമാണ് ഈ ഓരോ നാമങ്ങളുടെയും. അതായത് ഈ നാമങ്ങൾ ഓരോന്നും അർത്ഥം അറിയാതെ ജപിച്ചാൽ തന്നെ അതിൻ്റെ ഗുണം ചെയ്യുമെന്ന് താല്പര്യം. ഇത് ജപിക്കുക മാത്രമല്ല, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന കേൾക്കുക ചെയ്യുന്നത് കൂടി പാപങ്ങളെയും ഭയങ്ങളെയും സർവ്വ ഗ്രഹപീഠകളെയും ദോഷങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഭഗവത്ഗീതത്തിന് ഭഗവാൻ പറയുന്നത്, എന്നെ നിരന്തരം സ്തുതിക്കുന്നതും ഉറച്ച ഭക്തിയോടുകൂടി എന്നെ പ്രാപിക്കാൻ, എന്നെ സമീപിക്കാൻ ശ്രമിക്കുന്നതും എന്നെ പ്രണമിക്കുന്നതും എന്നെ എൻ്റെ ഭക്തരോട് അടുപ്പിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഭഗവാനോട് ഇതിനകം തന്നെ നമുക്ക് ഭഗവാനെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ആ നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ശ്രവിക്കുന്നത് പോലും എല്ലാ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ഒക്കെ കൈവരിക്കാൻ ഒരാളെ സഹായിക്കുമെന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ ചില ഗുണങ്ങൾ, ഇത് വിഷ്ണു സഹസ്രനാമം നിത്യേന ജപിക്കുന്നുണ്ട്. അത് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്, ഭാഗ്യദായകമാണ്. ജ്യോതിഷമനുസരിച്ച്
ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ചില ഗ്രഹനിലകൾ അനുസരിച്ച് ചില ശാപങ്ങളും ദോഷങ്ങളുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അവരുടെ ശാപങ്ങളെയും ദോഷങ്ങളെയും പാപങ്ങളെയും ഒക്കെ മറികടക്കാൻ ഈ വിഷ്ണു സഹസ്രനാമ പാരായണം കൊണ്ട് സാധിക്കുന്നതാണ്. അതായത് ഗ്രഹങ്ങളുടെ നിലയൊക്കെ മോശം സ്ഥാനത്താണെങ്കിൽ അതിൻ്റെ ദോഷങ്ങളുടെ ഒക്കെ മറികടക്കാൻ ഇത് സഹായിക്കുന്നു. പിന്നെ ഭാഗ്യം, ഇത് ജപിക്കുന്നവർക്ക് മാത്രമല്ല, ജപിക്കുന്നവരുടെ കുടുംബക്കാർക്ക് ഉൾപ്പെടെ ഭാഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിക്കാനുമൊക്കെ സഹായിക്കുന്നു. പിന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പതിവായിട്ട് ജപിക്കുന്ന ഒരാളുടെ മനസ്സിൻ്റെ വ്യാകുലതകളൊക്കെ മാറ്റി ദൃഢമായിട്ട് ഉറച്ച തീരുമാനമെടുക്കാനും ഏത് കാര്യത്തിനായാലും വിജയം കൈവരിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കുകയും ഏത് കാര്യത്തിലും ഒരു പോസിറ്റീവ് ചിന്താഗതി വളർത്തിക്കൊണ്ടുവരുവാനും എല്ലാത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശ്രദ്ധയാണല്ലോ പ്രധാനം. അപ്പോൾ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാന എന്നാണല്ലോ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ശ്രദ്ധ ഏത് കാര്യങ്ങളിലും അത്യന്തം ശ്രദ്ധ കേന്ദ്രീകരിച്ച് രംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. മനസ്സിന് അത്യന്തം ശാന്തി സമാധാനവും കൈവരും. എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനും ഏകാഗ്രമായ രീതിയിൽ ആ ലക്ഷ്യങ്ങളെ പ്രാപിക്കുവാനും ഒക്കെ സഹായിക്കുന്നതാണ്. ആശങ്കകളെയൊക്കെ അകറ്റും. എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അതുമാത്രമല്ല, പാപം ചെയ്യാനുള്ള വാസനകളെ കൂടി ഇല്ലാതാക്കും. അതായത് ഈ വറുത്ത വിത്ത് എന്ന് പറയുന്നത് ഇട്ടാലും മുളയ്ക്കില്ലല്ലോ. അതുപോലെയാണ് ഈ പാപവാസനകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലാണ് അത് പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പാപവാസനകളെ അടക്കം നമ്മുടെ ഉള്ളിൽ നിന്ന് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മളെ പാപവാസനകളൊക്കെ പാപം ചെയ്യാനുള്ള തോന്നലിന് പകരം നല്ല സൽപ്രവൃത്തികളിൽ ഏർപ്പെടാനും അതുവഴി നമ്മുടെ ജീവിതം പിന്നെ ഭൗതിക തലത്തിലായാലും ആത്മീയ തലത്തിലായാലും ജീവിതത്തിൽ ശ്രേയസ്, അഭിവൃദ്ധി, എല്ലാത്തരം പുരോഗതിക്കും ജീവിത ഉന്നമനത്തിനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ രോഗങ്ങളെയൊക്കെ അകറ്റുന്നതാണ്. പതിവായി ജപിക്കുന്നത് കൊണ്ട് പലരുടെയും അനുഭവം ഉള്ളതാണ്. എന്തുതരം രോഗങ്ങളാണെങ്കിൽ തന്നെയും ഇത് ഭക്തിയുടെ ഭഗവാനിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഭക്തിവിശ്വാസത്തോടുകൂടി ഇത് ദിവസേന നിത്യേന പാരായണം ചെയ്യുന്ന പക്ഷം ഇത് ജപിക്കുന്ന ആളിൻ്റെ രോഗങ്ങളെയൊക്കെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുകയും രോഗം തന്നെ ഇല്ലാതാക്കി അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കുടുംബങ്ങളിലൊക്കെയുള്ള വഴക്ക്, പിന്നെ അങ്ങനെയൊക്കെ സ്വരച്ചേർച്ചയില്ലായ്മയും വീട്ടിനുള്ളിൽ തന്നെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതിരിക്കുകയാണെങ്കിൽ തന്നെയും ഇത് പതിവായി ജപിക്കുന്ന ഒരു ഗൃഹത്തിൽ ആ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പരസ്പരം സഹകരണത്തോടുകൂടിയും വീട്ടിനുള്ളിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ ഈ സന്താനലബ്ധിക്ക് വന്ധ്യതയും അങ്ങനെയൊക്കെയുള്ള ഈ അനവസ്ഥിത ദുഃഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് പതിവായി ജപിക്കുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്യുന്നവർക്ക് ആ ദോഷങ്ങളും ദുഃഖങ്ങളൊക്കെ മാറി നല്ല സൽസന്താനങ്ങൾ കുടുംബത്തിൽ പിറക്കാനും ഒക്കെ ഇടയാക്കുന്നു. അതുമാത്രമല്ല, ഈ ജപിക്കുന്നവരുടെ കുട്ടികളെയൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇതൊരു ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം പോലെ ഇത് വിഷ്ണു സഹസ്രനാമം വർത്തിക്കുന്നു എന്നും ആചാര്യമതമുണ്ട്. അതായത് ഈ ആ ഭക്തനെയും ആ ഭക്തൻ്റെ കുടുംബത്തെയും ഒരു കവചം പോലെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല, ആ ഭക്തനെ മരണാനന്തര ജീവിതത്തിൽ മോക്ഷം നേടാനുള്ള സാധ്യതയിലേക്കോ ഉയർത്തിവിടുകയും ചെയ്യുന്നു. അത് ഏറ്റവും വളരെ പ്രധാനമാണ്. അപ്പോൾ ജപിക്കുന്ന ആളിൻ്റെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ചുറ്റും ഒരു സംരക്ഷണ കവചം പോലെ ഇത് ഈ ജപം, ഈ ഭഗവാന്റെ അനുഗ്രഹം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സദാസമയം ഉണ്ടായിരിക്കും. അതുപോലെ ഈ ശത്രുക്കളുടെയും ബാധ ഉപദ്രവങ്ങളുടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം വരണമെന്ന് കരുതി ഈ ദൃഷ്ടിദോഷങ്ങൾ അങ്ങനെയുള്ള യാതൊരു ഇതും കേൾക്കാതെ നമ്മളെ പരിപൂർണമായി എപ്പോഴും സദാ
സംരക്ഷിച്ച് കാത്തുരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സാമാന്യേന ഈ ജപം കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. അനവധി ഉണ്ട്. അത് ഓരോ നാമങ്ങളും നമ്മൾ എടുത്ത് പ്രത്യേകം വിശകലനം ചെയ്യുമ്പോൾ ആ നാമത്തിൻ്റെ അർത്ഥത്തോടു കൂടി നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമായി കിട്ടുന്നതാണ്. എന്തു തന്നെ ആയാലും നമ്മൾ ഒരു ദിവസേന നിത്യേന പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഒക്കുന്നത് പോലെ ആദ്യമൊക്കെ കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും പിന്നീട് അത് ശീലമായി കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായി തന്നെ നമുക്ക് ആ ഒരു നിഷ്ഠ വേണം. നിഷ്ഠ ചെയ്ത് ഇത് ജീവിതത്തിൽ ദിവസേന ഞാൻ ഇങ്ങനെ ഒരു ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ജപിക്കും, നിത്യേന പാരായണം ചെയ്യും, അതിനെനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇത് ഉപാസന പോലെ ഇത് ശീലിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിൻ്റെ അർത്ഥസഹിതമുള്ള വേറെ ഒരു വീഡിയോ എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മുറയ്ക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.